ദ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായ ആഷ് അശ്വതയ്ക്ക് എങ്ങനെയാണ് പത്രഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഇത്രമേൽ സരസമായ ഭാഷയിൽ കഥകൾ എഴുതാൻ കഴിയുന്നത് എന്നതാണ് മൂങ്ങാങ്കുഴി വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. മൂങ്ങാങ്കുഴി ഉൾപ്പെടെ ആഷ് അശ്വതയുടെ 10 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആവർത്തന വിരസതയുണ്ടാക്കാതെ 10 കഥകളും ആശയത്തിൽ പുലർത്തുന്ന വ്യത്യസ്തത ഈ എഴുത്തുകാരിയുടെ മിടുക്കു തന്നെയാണ്. ഈ പുസ്തകത്തിന് അവതാരികയൊരുക്കിയ അബിൻ ജോസഫ് ചെന്തിയെ പോലൊരു മാലാഖ എന്നാണ് ആഷ് അശ്വതയെ വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷണത്തിന് അവരെ അർഹയാക്കുന്നത് അവരുടെ എഴുത്തു തന്നെയാണ്. ബ്രൗൺ മൺറോയുടെ വീഞ്ഞുരാത്രി എന്നൊരു കഥയുണ്ട് ഈ പുസ്തകത്തിൽ. അതിൽ ക്രിയേറ്റിവിറ്റിയുടെ അസുലഭ നിമിഷം ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം, അവർക്ക് മോഡലായി നിന്നുകൊടുക്കുന്ന മറ്റൊരു കഥാപാത്രം. പക്ഷെ അവരെ രണ്ടുപേരെയും ഓർമ്മ അതിദാരുണമായി ചതിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം നിഗൂഢവും സങ്കീർണവുമാണെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ കഥ. ഭാഷ കൊണ്ടും ആഖ്യാനം കൊണ്ടും വിഷയം കൊണ്ടും കഥകളുടെ മഴവില്ല് തീർക്കുന്ന നിറക്കൂട്ടാണ് ആഷ് അശ്വതയുടെ മൂങ്ങാങ്കുഴി. മണ്ണിലുറച്ച് ചുറ്റിലേക്കും വേരുകളും ചില്ലകളും പടർത്തി മലയാളത്തിന് അറിവിന്റെയും അനുഭവത്തിന്റെയും കനിയായി തണലായി വളരുന്ന DC ബുക്സിലൂടെയാണ് ആഷ് അശ്വതയുടെ മൂങ്ങാങ്കുഴി വായനക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ എഴുത്തുകാരിയെ പുതുകഥയുടെ മുൻപന്തിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മൂങ്ങാങ്കുഴിക്ക് ഈ മൂങ്ങാങ്കുഴിയുടെ കവർ നിർമ്മിച്ചിരിക്കുന്നത് വിഷ്ണു റാമാണ്.